ഗൈസ് നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കൂട്ട് എനിമിയായ സീമച്ചാൻ. സീമച്ചാൻ പണി വെക്കണം. ഓനാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആകെ സ്കൂളിൽ. ഓന് നല്ല എഡിറ്റിംഗ് അറിയാം, ഇതറിയാം, ഗെയിം പ്ലേ അറിയാം, നല്ല കമൻട്രി അറിയാം, എല്ലാം ഓൻ്റെ വിചാരം അതാണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ പണിയെടുക്കണം. എനിക്ക് റോസ്റ്റ് ഓൻ പറഞ്ഞ് ധൈര്യം ഒന്ന് റോസ്റ്റ് ചെയ്യാന്ന്. ഓന് നല്ല പണിയെടുക്കുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. ഓന് നമുക്ക് പണി റോസ്റ്റ് ചെയ്ത് ഓനെ കരയിപ്പിക്കണം. അത്രയും എക്സ്ട്രീം ഒക്കെ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് റോസ്റ്റ് പോവാം. ഒരു സീമച്ചാൻ എനിക്ക് തന്നെ പണിയുണ്ട്. ഓർത്തതാ ജസ്റ്റ് ഇതാണ് സീമച്ചാൻ്റെ 200 സബ്സ്ക്രൈബേഴ്സ്. പാവ് 2 സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോയി. എനിക്കൊന്നും അവൻ്റെ ഷോ കണ്ടന്റ് ആയിരിക്കും. നമുക്ക് വീഡിയോസിലേക്ക് പോയിട്ട് പോപ്പുലർ അത് വേണ്ട, ഓൾഡസ്റ്റ് എടുക്കാം. നമ്മൾ ഈ വീഡിയോ ആണ് നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാനും ഓൻ്റെ റോസ്റ്റ് ചെയ്ത് പണി കൊടുക്കാനും പോകുന്നത്. നമുക്ക് ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലാണ്. അല്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എന്നല്ല, നേരെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ ബാക്കി കാര്യം പറയാം. മനസ്സിലായില്ലേ? മുണ്ടായിരുന്നു പോയി നിന്റെ കാര്യം നോക്ക്. ചാനൽ സീൻ മച്ചാൻ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. സീൻ മച്ചാൻ, കുപ്പി മച്ചാൻ. എപ്പോൾ നോക്കിയാലും ആൾക്കാരെ ശല്യപ്പെടുത്തുന്നത് ഇങ്ങനെ കൊമൻറ്റ് അടിക്കിട്ട്. കമൻസ് ആയിട്ട് വന്നു നോക്കട്ടെ. ഓ കമൻസ് അങ്ങനെ വരാനോ അത്രയും നന്നായിട്ടാണ്. എടാ നേരം വേണം കമൻറ്റ് അടിക്കണം. എന്ത് ഉബ്സ് ഉബ്സ് എന്ന് പറയുന്നു. മുണ്ടാ നേരെ പഠിക്കുന്നു. എങ്ങനെയാ പറഞ്ഞ് സംസാരിക്കുന്നത്? കളക്ഷൻ ഫോർച്യൂണറ്റ് അല്ല അവിടെ ഇതിന് കളക്ഷൻ. അല്ല നേരെ നമ്മുടെ ഭൂകമ്പം സംഭവിച്ചിട്ടാ. അയ്യോ ആംബുലൻസ് എടുക്കട്ടെ. അയ്യോ സിനിമയുടെ നേരെ പോലെ. അയ്യോ സിൻമച്ചൻ ഹുയ് ഹുയ് ആർപി സിൻമച്ചൻ സിൻമച്ചൻ ഹുയ് ഹുയ് സിൻമച്ചൻ ഹുയ് ഹുയ് ആർപി സിൻമച്ചൻ സിൻമച്ചൻ ഹുയ് ഹുയ് സിൻമച്ചൻ ആർപി. ഡ്രാക്സ് ഫോർച്യൂൺ ആയിട്ടാണ് ഇപ്പൊ അറിയാണ്ട് മൈക്ക് ഹെൽപ്പ് നിന്നെ പോലത്തെ ഇടയ്ക്കിനൊരു വീഗൽ സ്വഭാവം. ഓക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് ബിഗിൻ ചെയ്യാം. ഗെയിം ഗെയിമോട് കംപ്ലീറ്റ് ആദ്യം ഗെയിം കളിക്കാൻ പഠിക്കും. മനസ്സിലായോ? നടക്ക് കാണുന്നവരെ മുന്നിൽ പറയാൻ പാടില്ല. നാണക്കേട്. കമ്പൈൻ മതി. ഡിഫിക്കൽട്ടി ഈസി, കാരണം നമ്മളെ വലിയ പ്രോ ഒന്നല്ല. ഈസി മതി. നീ പ്രോ അല്ലാന്ന് ദൈവത്തിന് വരെ അറിയാം. ഉണ്ടായിരുന്നു ഞാൻ കുറച്ചൊരു തുള്ളി കളിച്ചായിരുന്നു കേട്ടോ. എനിക്കറിയാത്തോണ്ടേ തുള്ളി ഒരിക്കലാണ് ദൈവത്തിന്റെ. ഓ വീണ്ടും സിനിമച്ചനും ബൈക്ക് വേണം, ആംബുലൻസ് വിളിക്കും എല്ലാവരും. ഒരു മിനിറ്റ് ഗൈസ്, ഭയങ്കര സൗണ്ട് വരുന്നു. ഇനി അത് മാറ്റാൻ പറ്റൂലേ? സബ്ടൈൽസ് ഓൺ ആയിരിക്കണം. അപ്പൊ അത് മാറ്റാൻ പറ്റില്ല. സോ കുറച്ചു നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ സൗണ്ട് മാറ്റി തരാട്ടാ. There must be a beginning of any great matter than the condensation and through the years. കാണുന്നവർക്ക് വായിച്ചു കൊടുക്കണം, നേരം വേണം വായിച്ചു കൊടുക്കണം. മനസ്സിലായോ? സർ ഫ്രാൻസിസ് ഡ്രേക്ക്. ഓ ഗൈസ് സിനിമച്ചിന് തോടിയിരിക്കുന്നു. അയ്യോ ആൾക്കാരെ കാണും ബോറടിക്കില്ല. ഓരോ സെക്കൻഡ് നോക്കിയിട്ട് ആൾക്കാർ ബോറടിക്കാൻ വേണ്ടി.
who was buried at sea over 400 years ago. Are you sure you want to defy it? ഇപ്പോഴൊന്നും ആവില്ല, അതാണ് ഒരു വിഷയം. എടാ അനൗൺസ്മെന്റ് പറയുന്നില്ലാണ്ട് നിനക്ക് ഈ ഗെയിമും കൊണ്ട് അനൗൺസ്മെന്റ് എടുത്തു നിനക്ക് ഫുൾ മാർക്ക് കിട്ടും. പോയിട്ട് അനൗൺസ്മെന്റ് ഫുൾ മാർക്ക് വാങ്ങിച്ചോ. ബെസ്റ്റ് മോൻ്റെ കളി. അപ്പോൾ നമുക്ക് അടുത്ത ഓൻ്റെ ഒരു വീഡിയോ ആണ് റോസ്റ്റ് ചെയ്യാം. ഓനെ പറ്റിയ ഒരു വീഡിയോ നമുക്ക് ഓൻ്റെ ഒരു വീഡിയോ നമുക്ക് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്യാൻ പറ്റിയ വീഡിയോ ഉണ്ട് മുട്ടയും ഈ സാധനത്തെ ഇവിടെ വെക്കാം. ഓഹോ my new serious gameplay. Last TikTok hack angered me. പോയെ ഞാൻ ഇംഗ്ലീഷ് ആണ്. ആ ഡ്രസ്റ്റോടെ അപ്പോൾ ഗായ്സ്, അപ്പം നമ്മൾ എൻ്റെ ഏത് വീഡിയോ കാണാൻ വന്ന് ഞാൻ കാണിച്ചു തരാം. യെസ്, നമ്മൾ ഓൻ്റെ ഇന്ത്യൻ ബൈക്ക് ഗെയിമാണ് കാണുന്നത്. ഫുൾ സോംബികളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ് ഇത് കണ്ടില്ലേ, ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങൾ നേരെ കളഞ്ഞൂടെ? എന്ത് നാടാ നേരം വേണ്ടി ഇടിച്ചു ചെയ്തൂടെ? ഒരു ഉളുപ്പില്ലാത്തവൻ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സീൻ മച്ചല്ല, കുപ്പി മച്ച. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഗൈസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ് ഒരു ഇവിടുന്ന് ഈ സിറ്റിയിൽ നിന്നില്ലേ ഗൈസ്, നമുക്ക് ഇവിടുന്ന് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. കാരണം പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ മതി, ആൾക്കാർക്ക് എന്തെങ്കിലും മനസ്സിലാവണ്ടേ. ഇവിടെ ഫുൾ സോംബികളായിട്ടുണ്ട്. പ്രശ്നം എയർപോർട്ടിലാണ്. എന്നാ സൗണ്ട് ഷൂ 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 ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വന്നോണ്ടിരിക്കുന്നില്ല. എന്നാ നേരമാണ് ബൈക്ക് കൺട്രോൾ സൗണ്ട് ചെയ്യുന്ന സീൻ മച്ചാനെ. മുഴുവൻ സോംബികളും നമുക്ക് അവിടെ നിന്നാണ് രക്ഷപ്പെടേണ്ടത്. പിന്നെ ഗൈസ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഗൈസ്. എനിക്ക് 89 സബ്സ്ക്രൈബേഴ്സ് ആയി. ഇത്രയും വേഗമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുമല്ല. താങ്ക് യു ഫോർ സപ്പോർട്ട് ഗൈസ്. ഞാൻ ആഫ്റ്റർ ഒരുപാട് വർഷം കഴിഞ്ഞാണ് സപ്പോർട്ട് എന്നത് വാക്ക് പറയുന്നത്. ആ എന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് 19 സബ്സ്ക്രൈബേഴ്സിൽ എത്ര വലുതാണോ? പറയടാ, നീ 1 മില്യൺ അടുത്തൊന്നും എത്തിച്ചില്ലല്ലോ. ഉണ്ടായിരിക്കും. ഭയങ്കര ഹാപ്പിയാണ്. ഇന്നാണ് ഗൈസ് ഞാൻ ശരിക്കും കാണുന്നത് തന്നെ. ഇന്ന് തന്നെയാണ് ഞാൻ ശരിക്കും കാണുന്നത്. ഓക്കെ, ഇന്നെ ശരിക്കും കാണുന്നത്. അതായത് വീണ്ടും പൊട്ടന്മാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ശരിക്കും നീ പൊട്ടന്മാർ പറയുന്നില്ല, ഇന്ന് പറയുന്നത് എനിക്ക് ഇന്ന് നേരെ വേണ്ടി പറഞ്ഞൂടെ? 2000 years later. അതായത് പിന്നെ ഒരു വീഡിയോക്ക് 10K വ്യൂസും കിട്ടി ഗൈസ്. സോ അതിനെല്ലാം താങ്ക്സ് ഉണ്ട്. നിങ്ങൾ ഇതുപോലെ എപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മൾ എൻഡേവർ എടുത്തിട്ട് വേഗം എയർപോർട്ടിലേക്ക് വിടണം. എന്നിട്ട് അവിടെയുള്ള എല്ലാ സോംബികളെയും കൊന്നിട്ടാണ് നമ്മൾക്ക് പ്ലെയിൻ എടുത്ത് രക്ഷപ്പെടാൻ. ഓക്കെ, സോ നമുക്ക് വേഗം തന്നെ എയർപോർട്ട് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ. അതുകൊണ്ട് നമുക്ക് അത് ഇന്ത്യ ബൈക്ക് കളിക്കുന്ന ഏത് പൊട്ടന്മാർക്കാണല്ലോ അതാണ് എയർപോർട്ട് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ്. പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഗൈസ്, അല്ലേ സോറി ഗൈസ്, ഇത് എൻഡേവർ അല്ല, ഫോർച്യൂണർ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ നേരമ്മ പറയാൻ പഠിക്കും മോനെ. നീ ഒരു ഗെയിമർ അല്ലേ? ഗെയിമറിന് എന്തെങ്കിലും വണ്ടി അല്ലെങ്കിൽ അധികം എല്ലാ വണ്ടിയുടെ പേര് പറയാം ഗെയിംസിൽ വരുന്നത്. നിന്നെ കൊണ്ട് എന്താ ചെയ്യേണ്ടത്? നേരം വേണ്ടി ഗെയിം കളിക്കാനും പഠിക്കും. കമൻസ് വെച്ചുണ്ടോ നോക്കാലോ നീ. CR7 റിപ്ലൈ വാട്ട് എന്ത്? നിന്നെ പോലത്തെ പൊട്ടന്മാർക്ക് അങ്ങനെ തന്നെ തോന്നില്ലേ? CR7 നിന്നെ പോലത്തെ പൊട്ടന്മാർക്ക് അങ്ങനെ തന്നെ തോന്നും. ഇവിടുന്ന് നമുക്ക് കാണുന്നില്ല, ക്ലിയർ ഇല്ലല്ലോ. സൂം ചെയ്ത് നോക്കട്ടെ, കാണുന്നില്ലല്ലോ. ഒട്ടു സോംബീസ് ഇവിടെ മൊത്തം എന്തോ കല്ല് വെച്ച പോലെ ഇടല്ലോ, മതിൽ വെച്ച പോലെ. സോംബീസിനൊന്നും കാണുന്നില്ലല്ലോ. ചിലപ്പോൾ ഓൻ്റെ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എല്ലാരെയും തീർക്കാൻ പറ്റുമെങ്കിൽ പൊളിയായിരിക്കും. നമുക്ക് ഇവിടുന്ന് ഒരു ഗണ്ണെടുക്കാം. അത് ഗണ്ണാന്ന് നമുക്കും അറിയാം. സ്നൈപ്പർ എടുക്കാം ഗൈസ്. എന്നിട്ട് ഇത് വൃത്തിയാട്ടോ, ചന്തിക്ക് മാത്രം പൊക്കാൻ നോക്കും. നാണമില്ലടാ നിനക്ക്? കൊള്ളുന്നില്ല. ഓക്കെ, എല്ലാരെയും വെടിവെച്ച് തീർക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം.
ഓക്കെ 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 ഗൈസ് പറ്റുന്ന എല്ലാരും വെടിവെക്കുന്നുണ്ട് നമ്മള്. പക്ഷെ ഇങ്ങനെയൊന്നും വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല ഗൈസ്. ഒരു കാര്യമില്ല, നമുക്കൊക്കെ അറിയാം ഇതിന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ വണ്ടി ഇടിച്ച് കയറ്റിയാൽ നമ്മൾ തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സോ അത് ഇന്ത്യ ബൈക്ക് ഉണ്ടാക്കിയ ആൾക്ക് വരെ അറിയാം. ഓക്കെ ഗൈസ് എല്ലാരും അടിക്കുന്നുണ്ട്. പക്ഷെ കൊറേ പേര് അല്ല എസ്കേപ്സ് ഓഫ് സോംബി ആഫ്റ്റർ ഹൊറർ ഇന്ത്യൻ ബൈക്സ് 3D ഇത് എല്ലാവരും ചെയ്ത ടോപ്പിക് അല്ലേ. നേരം കൊണ്ടൊന്നും കോപ്പി അടിക്കാത്ത നിനക്ക് വേറൊന്നില്ല ടോപ്പിക് ചെയ്തൂടെ? എത്ര ടോപ്പിക് കിട്ടും എനിക്ക്? എന്തിനാമോ കോപ്പി അടിച്ചിട്ട് വേറെ ടോപ്പിക് കോപ്പി അടിച്ച് ചെയ്യുന്നു. ആർക്ക് വേണ്ടി? എന്നെ ചത്തിട്ടുണ്ട്. ചത്തിട്ടുണ്ട് നമുക്കും അറിയാം, കാണുന്നുണ്ട്, നീ പറയണ്ട. എല്ലാ സോംബികളും അതാണ് പ്രശ്നം. ഓക്കെ സോ എല്ലാരും അടിക്കാം. ഓക്കെ നല്ല ഇത് തോക്കെടുത്ത് അടിക്കട്ടെ. ഇന്ന് ഇതൊക്കെ അടിച്ചടിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷമായി ഉണ്ടാവും. ഓക്കെ 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 നമുക്ക് ഇനി എനിക്ക് തോന്നുന്നു റോക്കറ്റ് എടുത്ത് വിടാം. കാരണം അത് റോക്കറ്റ് അല്ല, RGB ആണ്. റോക്കറ്റ് അല്ല, RGB തോക്കുന്നത് മനസ്സിലായില്ല. റോക്കറ്റ് അങ്ങനെ ഉണ്ടാവില്ല. റോക്കറ്റും കൊണ്ട് നീ കളിച്ചത് നീ നേരെ ആകാശത്തേക്ക് പോകുന്നു. റോക്കറ്റിന്റെ പവറൊന്നും നിനക്ക് താങ്ങാൻ കഴിയില്ല, മനസ്സിലായ? നേരെ മണ്ണൊന്ന് ചിന്തിച്ച് തല ഉപയോഗിച്ചിട്ട് പറയും. ആരും ചാവുന്ന ഒരു ലക്ഷണമില്ല. ഇതാകും അങ്ങനെ പോകും. ലക്ഷണോ? ഞാൻ നോക്കട്ടെ, അതിൽ ചാവുന്നുണ്ടോ നോക്കട്ടെ. ഓ ഗൈസ്, ഒരു ചുണ്ണാമണി പോലെ ഒരു ഉണ്ട പോകുന്നുണ്ട്. ഇത് സീൻ മച്ചിൽ ഇവിടെ വെക്കുന്നു പൊട്ടനെ പോലെ നോക്കി ഇത്. ഓക്കെ 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 ഇത്രയും ദൂരം വേണ്ട. ഇടക്കിടക്ക് ശ്വാസം മുട്ടുന്നോടെ എനിക്ക്. സിനിമച്ചിലെ പവറിൽ തെറിച്ചു. സൂപ്പർ ഹീറോ അല്ലേ. സ്പൈഡർമാൻ പൊട്ടനെ പോലെ നിൽക്കുന്ന സീൻ മച്ചാ നോക്കി നിൽക്കുന്നു. സോ ഗൈസ് നമ്മൾ എല്ലാരും ആക്രമിക്കുന്നുണ്ട്. അത് അബക്ക് കാണാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഓക്കെ ഗൈസ് ആരും ചാവുന്നില്ല ഗൈസ് സോംബികള്. പിന്നെ ചത്താലും നേരത്തെ പൊളിക്ക് പോയി നീ ഇവിടെ എന്തിനാ മോനെ കഴിയുന്ന പണിക്ക് നിനക്ക് പോയിക്കോടെ. ഗെയിമിനൊന്നും നിനക്ക് പറ്റിയതല്ല. അവൻ്റെ പാട്ട വീഡിയോ നമുക്കിന്നെ അവൻ്റെ ഷോർട്സ് കുറച്ച് റോസ്റ്റ് ചെയ്യാം. സിനിമ ചാനൽ മോന്ത നോക്കിയിട്ട് നമുക്ക് സിനിമ ചാനൽ മോന്തയില്ല എന്തെങ്കിലും വീഡിയോ ഇട്ടണം. അയ്യോ അവന് ഇത്ര വീഡിയോ ഇട്ടില്ലു. നടക്കട് ഇതാ ലേറ്റസ്റ്റ് വീഡിയോ 7K നമുക്ക് അവൻ്റെ മൈൻക്രാഫ്റ്റ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് മൈൻക്രാഫ്റ്റ് ഞാൻ ഉറപ്പിച്ച് കാണിച്ചു തരാം. കോപ്പി റൈറ്റ് തരൂല്ലടാ മോനെ. ഇങ്ങനെ ആരും ഇൻട്രോ ഇടാ. ഇത്രയും വൃത്തിയായിട്ട് ഇന്നിട്ട് ഞാൻ എവിടെ ജീവിതം കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ട് ആൾക്കാരെ വീഡിയോ കാണാൻ തന്നെ പോവാം. വെട്ടും പോകാനല്ല ആരും ഇൻട്രോ കമൻസ് നോക്കുന്നില്ല. ഓഹോ ഇവനെ ഡ്രസ്സായിട്ട് കിടക്കും. പിന്നെയാണ് നമ്മള് പറയുന്നത് സത്യമല്ല, നമ്മള് പറയുന്നില്ല AI. ഓ ഇമ്മ പറയുന്നത് മാത്രം സത്യം. എന്താ മോനെ ബാക്കിയുള്ള ഗെയിമർമാരെല്ലാം നീ ഓൻ ദൈവം വിചാരിച്ചോ. വെൽക്കം ടു കുപ്പിക ടൗൺ. എന്നുവെച്ചാൽ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ലൈവ് ഇട്ട് പറയണ്ടേ. ആ ദിവസം ഇവൻ ലൈവ് ഇടില്ല. എന്തിനാടാ വ്യൂവേഴ്സിനോട് പറയുമ്പോൾ ആ കാര്യം ചെയ്യണം. അന്നേരം എനിക്ക് യൂട്യൂബിൽ വില കിട്ടുള്ളൂ. അതുകൊണ്ട് പോയേ. ഹലോ ഗൈസ്,
വെൽക്കം ബാക്ക് സീൻ ഇതേതാന്ന് നമ്മുടെ ബാക്ക് അടിച്ച നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട്. നമ്മൾ ഇന്ന് കളിക്കാൻ ബ്ലാക്ക് നമ്മൾ ബ്ലാക്ക് പോകുന്നതാണ് വൺ ബ്ലോക്ക്. സോ മനസ്സിലായി. എടാ ഇതെന്നാടാ മൈൻക്രാഫ്റ്റ് ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി. മൈൻക്രാഫ്റ്റ് ഹാർട്സും ഇവിടെ ഫുഡിനെ കൊണ്ട് സാധനമാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നീ മൈൻക്രാഫ്റ്റിനാണ് ഇതെന്നാണ് ഇവൻ മൈൻക്രാഫ്റ്റിനെ കളിക്കുന്നത് ആൾക്കാരെ പറ്റിക്കല്ലേ. മൈൻക്രാഫ്റ്റ് ഒന്ന് ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല. നേരെ നമ്മളെ കളിക്ക് നാശം. ഇതെന്താണ് താഴെ ഇങ്ങനാന്ന് വെച്ചാൽ സത്യം ഈ ലോഞ്ചർ മോഡ്സ് തന്നെ കയറി കയറ്റതാണ്. അതുകൊണ്ടാണ് അത് അവരെന്നെ കയറ്റുന്നതാണ്. സോ പിന്നെ എന്റെ സ്കിൻ അതുകൊണ്ട് കിട്ടില്ല. മോഡ്സ് ഇങ്ങനെ വെറുതെ വേൾഡ് അവിടെ ചന്തി കാണിക്കാൻ അവിടെ നമ്മളിന്ന് സിനിമച്ചന്റെ ചന്തി ഉണ്ടോ? ചന്തി കാണിക്കാൻ നമ്മൾ വിടും. എപ്പോഴും ചന്തി കൊണ്ടിങ്ങനെ കളിക്കും. സ്കിന്ന് കിട്ടുമായിരുന്നു. പക്ഷെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓക്കെ, സോ നമുക്ക് എന്തായാലും തുടങ്ങാം. ഓക്കെ, ഇതാണ് നമ്മളെ ബ്ലോക്ക്. ബ്രേക്ക് ദ ബ്ലോക്ക് ബിലോ യു. ഓക്കെ, പിന്നെ നമ്മൾ 100 days സർവൈവ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഡേ 1. ചിലപ്പോൾ ഡേ 1 നമ്മൾ ദിവസമെല്ലാം മൈൻക്രാഫ്റ്റിൽ സർവൈവ് ചെയ്തായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ചാൽ ഇത് റീജനറേറ്റ് ആവും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് 1 ബ്ലോക്ക് കളിക്കുന്ന ഏതാൾക്കും അറിയാം റീജനറേറ്റ് ആവും. നീ പറഞ്ഞു കൊടുക്കണ്ട, അറിയാലോ. ഓക്കെ, സോ അവിടെ പണ്ടൊക്കെ അക്ഷരത്തിൽ അത് എഴുതിയിട്ടുണ്ടായിന്. എത്ര ഇൻഫിനിറ്റി ബ്ലോക്ക് ആണെങ്കിലും റീജനറേറ്റ് ആവുമെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നമുക്ക് ഇതെന്തായാലും പൊട്ടിക്കാം. ഓക്കെ, ഇന്ന് ഗൈസ് നമ്മളെന്തായാലും എല്ലാം കണ്ടുപിടിച്ചിട്ട് നല്ല കിടുവായിരിക്കും. ഓ, ഈ സാധനം ഉണ്ടല്ലേ ഗൈസ്, ഇതാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാ. ഇത് അതിൻ്റെ അകത്ത് പുതിയതായി വന്നെയാണ്. അതിൻ്റെ അകത്താ മൈൻക്രാഫ്റ്റിന്റെ അകത്ത്, മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്ത് പുതിയ എന്തെല്ലോ സാധനം ഉണ്ട്. നമ്മളെന്തായാലും ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. ഓ, അത് എല്ലാ ആൾക്കാരും എക്സ്പ്ലോർ ചെയ്യും മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ, നീ മാത്രല്ല. മോഡ് ആയോണ്ട് സോ നമുക്ക് ഈ ചെസ്റ്റും പൊട്ടിച്ചിട്ട് നമുക്ക് ഒന്ന് പോയി വെറുതെ പോയി ഗൈസ്. ആവശ്യമില്ല. സോ നമുക്ക് എന്തായാലും അത് വിഷയമില്ല. നീ പോടുന്ന് കളിക്കുമ്പോ നിറമൂടെ ശ്രദ്ധിച്ച് കളിക്കാൻ വേണ്ടി പഠിക്കും. നീ കളിക്കുമ്പോ എന്തായാലും പോകും. ഓക്കെ, ഇപ്പൊ ഡേറ്റ് മതി. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് മറ്റേ അങ്ങനത്തെ ബ്ലോക്ക് വന്നാ വീകാണ്ടിക്കാൻ ഇതിൻ്റെ താഴെ ഇരിക്കട്ടെ ഒരു ബ്ലോക്ക്. എന്നിട്ട് അത് പൊട്ടിച്ച് ഇങ്ങോട്ട് തന്നെ വരുമല്ലേ. അത് നല്ല കാര്യം. സോ നമുക്ക് എന്തായാലും ഇടി ഇരുന്നിട്ട് ഇത് മൈൻഡ് ചെയ്തോണ്ട് നിൽക്കണം. എന്നാലേ നമുക്ക് എന്തെങ്കിലും വേണ്ട. നീ മൈൻഡ് ചെയ്യുമ്പോ ബാക്കോട്ട് പോന്ന് ഒരു സ്ഥലത്ത് നിന്ന് മൈൻഡ് ചെയ്യും, മനസ്സിലായില്ലേ? എന്തെങ്കിലും കിട്ടുകയും ഈച്ച് ഫേസ് എസ് തീം. ഓക്കെ, ഇത് നമ്മളിപ്പോ പൊട്ടിക്കുന്ന ഒരു വെറും തീം നോർമൽ ഇതാണ്. സോ കുറച്ച് കഴിയുമ്പോൾ ഇത് വേറെ തീമാവും. പ്ലെയിൻസിലേക്കായാൽ നമ്മൾ പ്ലെയിൻസിൽ കിട്ടും. പ്ലെയിൻസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇത് പ്ലെയിൻസ് ആയോ അമ്മോ ഗൈസ്, ഒരു പന്നി വന്നിട്ട്. അവിടെ നീ അല്ല ആദ്യം പറഞ്ഞ തീമില്ലാതെ നീ ഇപ്പം കളിക്കുന്ന പിന്നെ പ്ലെയിൻസ് ഇപ്പൊ ആവില്ലേ? എന്തിനോ വേണ്ടി കളിക്കണ്ട. പന്നി ഇങ്ങോട്ട് നിക്കടാ ഗൈസ്. അവനെങ്ങനെ നമ്മൾ അങ്ങോട്ടാക്കും? നമുക്ക് ഇതെല്ലാം കുറച്ച് ഇതാക്കി ഇട്ട് അതിനെ കൊണ്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായി. ഇതെന്തോ ആണ്. ഓക്കെ, സോ നമുക്ക് അതിന് ശേഷം ഇതിടെ വെച്ചിട്ട് ചെസ്റ്റ് ചെസ്റ്റ് ചെയ്യുന്നോട്ട്. എന്നിട്ട് ഇതും വെക്കാൻ പഠിക്കണം മോനെ. അയ്യോ ക്രാഫ്റ്റ് ടേബിളാ. ഇതിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കണ്ണാണല്ലേ കണ്ണാടി ഇട്ട്, മനസ്സിലായില്ലേ? ഒരു നല്ല വീഡിയോ ആണുള്ളത്. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നേല് നമുക്ക് ഓൻ്റെ ഷോർട്സ് നോക്കാം. ഓൾഡസ്റ്റ് നോക്കട്ടെ.
നമുക്ക് കാണുന്നുണ്ടാവില്ല. നേരം വേണ്ട ക്ലിയർ ഒന്നുമില്ല. ഗൈസ് ഞാൻ ആദ്യമായിട്ട് ഈ റൗണ്ട് കളിക്കുകയാണ്. ഓക്കെ ഗൈസ് ഇതെല്ലാം സിമ്പിളാണ്. ഇങ്ങനെ സ്റ്റെപ്പ് ഗൈസ് ഒറ്റ ഞാൻ അവിടെ വീണു പോയി. ഞാൻ വിചാരിച്ചു അങ്ങോട്ടാന്ന്, പക്ഷെ ഇങ്ങോട്ട് തന്നെയായിരുന്നു. ഞാൻ താഴേക്ക് ചാടി ഓടിപ്പോകുന്നു, അവിടുന്ന് ചാകുന്നു, അവിടുന്ന് പോകുന്നു, അവിടുന്ന് ഓ ഗൈസ് സിനിമച്ചൻ ചത്തു. സിനിമച്ചൻ സിനിമച്ചൻ മൂത്രമൊഴിക്കുന്നു. അല്ല മൂത്രം പോയത് സിനിമച്ചൻ. അതുപോലെ തന്നെ നീ താഴെ വിളിച്ചാവും. അങ്ങനത്തെ സംഭവിക്കണമെന്നിരിക്കും. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ മൊബൈലിൽ കളിക്കണോ? ഇതാ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഹൗ ടു പ്ലേ മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ ഓൺ മൊബൈൽ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇവിടെ ലിങ്ക് ഇതാ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഗൈസ് ഞാൻ TV-യിൽ ഒരു പരസ്യം കണ്ടു ഗൈസ്. നിങ്ങളൊരു മെഗാ റാമ്പ് കംപ്ലീറ്റ് ആകുമെങ്കിൽ എന്തെല്ലാം നീ പറയുന്നത്? എൻ്റെ അമ്മയ്ക്ക് TV വർക്കാവോ? ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അവിടെ ഒരേ പാട്ടിനുണ്ടല്ല. എൻ്റെ ചത്തു ഓരോ കളി ഉണ്ടായി. தனிவுலகினில் பிறக்கென நானும் ஓர் உறவென எனக்கென நீயும் அழகாய் பூத்திடும் என் வானமாய் நீயே தெரிந்தாயே உன் விழியினி எனதென கண்டேன் അടിക്കൂലേ? என் உயிரினி நீ என ക്യാമറ വേണം ഇങ്ങനെ ഷെയ്ക്കാവല്ല. നിങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നാലും നമ്മൾ ഇന്ന് ഇത്രയും കാറുകൾ ഏത് വണ്ടിക്കാണ് ചാടിക്കടക്കം നോക്കുവാണ്. നമ്മളതിൽ ടാർസനും ഉണ്ട്. അതുപോലെ ഗൈസ് ഞാൻ TV-യിൽ വേറൊരു പരസ്യം കണ്ടു ഗൈസ്. എല്ലാ ദിവസവും പരസ്യങ്ങളാണ്. പരസ്യം കാട്ട് നമുക്കത് പരസ്യം എടുക്കണം. അത് ചെയ്യുവാണ് നീ ഒരു പരസ്യം കാണാൻ പണി അല്ലേ? TV-യിൽ ഇത് ഒരു സ്വന്തം സെക്കൻഡറി ചാനൽ നോക്കിയരാ. എത്രല്ല ഒരു വീഡിയോ ആയിട്ടുണ്ടല്ലേ. അയ്യോ പാവം പാവം എഡിറ്റിംഗ് നോക്കട്ടെ ഇതിൽ എങ്ങനെയുണ്ടെന്നോ. ഏത് ചാനൽ നീ കേടുന്ന പറയണ്ട. സിനിമ ചാനലൊക്കെ പറയണ്ട. ഇങ്ങനെ കുട്ടികൾ കണ്ടില്ലേ പല്ലും കൊണ്ട് നിൽക്കുന്നവൻ. അവൻ്റെ പല്ല് 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 അവൻ്റെ പല്ല്. ഏത് ചാനലാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഓർമ്മയുണ്ടല്ലോ ഏത് ചാനലാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇതൊരു അടിപൊളിയായിട്ടാണ്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ. അതായത് ഞാനിത് എൻ്റെ റൂം ഒന്നും ഓർമ്മയില്ല പറയാൻ. ഇതിനോടൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. ഒന്നും നേരാമണ്ണം നമുക്ക് പറഞ്ഞുകൂടെ എനിക്ക്. Thank you guys for watching my video. Please subscribe and support. നിങ്ങൾക്ക് സിനിമ ചാനൽ റോസ്റ്റ് ചെയ്ത് ഇഷ്ടമായെന്ന് അറിയാം. ബൈ ബൈ.